ഈ ബോച്ചയുടെ കേസ് അല്പം മുൻപ് കോടതി പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി ഈ വക്കീലിന്റെ അടുത്ത് അഭിഭാഷകനോട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ബോബി ചെമ്മണ്ണൂർ കുന്തി ദേവി എന്ന ഹണി റോസിനെ വിളിച്ചത്. ഇനി ബോബി ചെമ്മണ്ണൂർ പുരാണങ്ങൾ വായിച്ച് കുന്തി ദേവിയെ കുറിച്ച് പഠിച്ച് വരേണ്ടി വരുമോ? അല്ല, അതിൻ്റെ ഇപ്പോൾ കോടതി ചോദിച്ച ബോബി ഉദ്ദേശിച്ച കുന്തി ദേവിയെ പറ്റി വിശദീകരിക്കണം. അപ്പം നമ്മൾ കേൾക്കുന്ന കുന്തി ദേവി മഹാഭാരതത്തിലെ കുന്തി ദേവിയാണല്ലോ, അല്ലെങ്കിൽ ആദരണീയനായ കുന്തി ദേവി, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അപ്പോൾ ഈ കുന്തി ദേവിയെ പറ്റി ബോബി ഉദ്ദേശിച്ച് ഡബിൾ മീനിങ് ആണല്ലോ കേസ്. അല്ലെങ്കിൽ ആ രീതിയിലൊരു കാര്യം വന്ന് ആക്ഷേപം വരുന്നു. ആ ആക്ഷേപത്തെ ഏറ്റെടുത്ത് അവരെ വളരെ കൂടുതൽ ആൾക്കാർ ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിൽ പറയുന്നു എന്നൊക്കെയാണല്ലോ കേസ്. ഏതായാലും അവർ കൊടുത്ത രഹസ്യമൊഴി എന്താണെന്നുള്ളതിനെപ്പറ്റി നമ്മൾക്കറിയത്തില്ല. അതിനകത്ത് ഏതോണ്ട് ഒരു വീഡിയോയ്ക്കകത്ത് ഇവരെ കയ്യിൽ പിടിച്ച് കറക്കുന്നതിനകത്ത് ഏതാണ്ട് കാര്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ സുപ്രീം കോടതി വരെ പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന വാക്കുകൊണ്ട് ആക്ഷേപം യഥാർത്ഥത്തിൽ കേസ് എടുക്കാൻ പറ്റത്തില്ല. അത് പക്ഷേ പിന്നെ ഓരോ ഇതിൻ്റെ വിവേചനാധികാരം വെച്ചും പിന്നെ ഓരോ കേസ് കൊടുക്കുമ്പോൾ ഓരോ ഈ പോയിന്റുകൾ നോട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് ഈ കുറ്റമുണ്ടോ കുറ്റമില്ലയോ എന്നുള്ളത് നമ്മൾ തെളിയിച്ചു വരേണ്ടത്. ഇപ്പോൾ രണ്ടാമത് രാഹുൽ ഈശ്വറിൻ്റെ വിഷയത്തിനകത്തും കേസ് പോലീസ് രണ്ടു വട്ടം അവർ കൊടുത്തിടക്കി എടുക്കാൻ നിൽക്കുന്നതിൻ്റെ കാര്യം അതാ. അതായത് അയാൾ പറഞ്ഞതിനകത്ത് അവരെ ഹർട്ട് ചെയ്യുന്ന, അവർ പറയുന്ന രീതിയിലുള്ള ഈ അവരുടെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. അല്ല, പോലീസിന് എന്തായാലും ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ വിവരങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടല്ലേ 6 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുന്നത്. അല്ല, ഇതിനകത്ത് 6 ദിവസം 9 ദിവസം എന്നുള്ളതല്ല. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ കസ്റ്റഡി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റഡി കാലാവധി എത്ര ദിവസം അനുഭവിച്ചതെന്നനുസരിച്ച് കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റഡി കാലാവധി 4 ദിവസം അനുഭവിച്ചെന്ന് വെച്ചു, 4 ദിവസം കഴിഞ്ഞ പോലീസ് കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ കസ്റ്റഡി കഴിഞ്ഞിട്ട് കോടതി കൊണ്ടുവന്നേ. അതിനിപ്പുറം 2 ദിവസം കൊണ്ട് കസ്റ്റഡി കാലാവധി 4 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് കസ്റ്റഡി ക്ലോസ് ചെയ്യാമെങ്കിൽ മൂന്നാമത്തെ ദിവസം അദ്ദേഹം ജാമ്യം കൊടുക്കാം. ഇനി ഏത് ക്രൈം ആണെങ്കിലും ഈ രാജ്യദ്രോഹവും അല്ലെങ്കിൽ ചില കേസുകളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ദിലീപിൻ്റെ കേസുണ്ടല്ലോ, അത്രയ്ക്ക് വ്യക്തമായ എവിഡൻസോടുകൂടി ഒരു കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ FIR അല്ലെങ്കിൽ അതിൻ്റെ കുറ്റപത്രം കൊടുക്കുമ്പോഴാണ് ചില കേസുകൾക്ക് ജാമ്യം കിട്ടാൻ. ഈ കേസൊക്കെ ജാമ്യം കൊടുത്തല്ലേ ഒക്കൂ. കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഏതൊക്കെ പഴുതുകളിൽ ജാമ്യം കൊടുക്കാൻ പറ്റുമോ ആ പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യം കൊടുക്കണം. ജാമ്യം അയാളുടെ അർഹതയാണ്. അപ്പം ഇയാൾക്ക് ജാമ്യം കിട്ടുന്നു. ഈ 6 ദിവസം കഴിഞ്ഞതിന് അത്ഭുതം. അത്രയും ദിവസം ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തന്നെ കേരളത്തിൽ തന്നെ ഒരു പൊതുബോധം ഉണർന്നിട്ടുണ്ടല്ലോ, ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കണമെന്ന രീതിയിൽ. അതുകൊണ്ടുണ്ട്. ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോബി മാർക്കറ്റിങ്ങിന് അവരെ ഉപയോഗിച്ചു. മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോബി എല്ലാത്തിനകത്തും ഒരു ഡബിൾ മീനിങ് മാനാണല്ലോ. അപ്പോൾ ഈ ഡബിൾ മീനിങ് പരിധി വിട്ടുപോയി. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഡബിൾ മീനിങ് പരിധി വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ ഇവരെ കാണാൻ ചെല്ലുന്നവരും, അല്ലെങ്കിൽ ഇവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിനകത്തും, അല്ലെങ്കിൽ ഇവരെ ഈ മോഡലിംഗ് രീതിയിൽ, അല്ലെങ്കിൽ ഇവർക്ക് വസ്ത്രധാരണത്തിൽ കൂടി അവരുടെ ശരീരം പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്ന കാര്യത്തിലും ഒക്കെ ഈ അസൂയുള്ളവരുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് രണ്ടാമത് അത് അങ്ങനെ ചെയ്തുകൂടാന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇത് സാംസ്കാരികം അല്ലെങ്കിൽ സംസ്കാരത്തിന് വിരുദ്ധമല്ലെന്ന് വിചാരിക്കുന്നത്. ഈ മാതിരിയുള്ള ആൾക്കാർ ഇപ്പം ബോബി ഉപയോഗിച്ച ഈ ഡബിൾ മീനിങ് അല്ലെങ്കിൽ ഇവർക്കെതിരെ ഉപയോഗിച്ച ഈ കാര്യം അവരുടെ രീതിയിൽ ഏറ്റെടുത്ത് അവരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവർ മറ്റ് പല നടിമാരിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇപ്പം മറ്റു പല നടിമാരെയും വിളിക്കുമ്പോൾ അവർ മാന്യമായ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ ആകർഷിക്കത്തക്ക രീതിയിലേക്ക് അവിടെ ചെന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്നു. പക്ഷെ ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഇവരെ വേറെ ചില രീതിയിൽ അല്ലെങ്കിൽ ചില പ്രത്യേക വസ്ത്രധാരണത്തിൽ കൂടി അത് ആൾക്കാർക്ക് ഈ ആകർഷകമായി അല്ലെങ്കിൽ അതിനകത്തൊരു കൗതുകമുണ്ടാക്കി. അപ്പോൾ ഹണി റോസ് വരുന്നു എന്ന് പറയുമ്പോഴത്തേന് ഈ ഓടി ചെല്ലുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടുതൽ ഇപ്പം ഈ അങ്ങനത്തെ ഒരു ഈ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചൊരു സ്ത്രീയാണ്. പക്ഷെ അതെല്ലാം വെളിയിൽ വന്നു. ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഹണി റോസിന് ഇത് വളരെ ദോഷം ചെയ്തു. ഈ ഹണി റോസിന് ഹൈപ്പിനൊപ്പുറം ഹണി റോസിനെ കാണാൻ പോകുന്നവർ ഞാനൊരു നടിയെ കാണാൻ പോകുന്നു എന്ന വ്യാജേന പോകുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പം ഞാനായാലും ശ്രീജിത്തായാലും നാളെ ഒരു കടകൾക്കാണ് ഹണി റോസ് വരും, നമുക്കൊന്ന് പോകാം, സിനിമാ നടിയല്ലയോ എന്നുള്ള പരിവേഷത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഹണി റോസിനെ കാണാൻ പോകുന്നവന്മാർ ഞരമ്പന്മാർ എന്നുള്ള പേര് കിട്ടിയ. അപ്പോൾ ഹണി റോസിന് ഇനി പഴയതുപോലെ ഹണി റോസിനെ കടയുദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന ആൾ ഞരമ്പൻ,
അല്ലെങ്കിൽ ആ കടയിൽ കാണാൻ ചെല്ലുന്ന ആൾക്കാർ ഞരമ്പൻ, ഇവനെല്ലാം വേറെ ചില രോഗത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണെന്ന് ഉള്ള രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തിക്കാൻ ബോച്ചയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നും സാംസ്കാരിക മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ അവതരിച്ച രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതായത് ഇനിയും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു സിനിമാ നടിയാണ്, അവരൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സാംസ്കാരിക കേരളവും ഈ പറയുന്ന സാംസ്കാരിക കേരളത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ പരസ്യമായിട്ട് ഞാനൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, എനിക്ക് ഇന്ന എത്തിക്സുകളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു സംസ്കാരമുള്ള ആൾക്കാരുണ്ടല്ലോ. അത്തരത്തിൽ ഇനിയും ഹണി റോസിനെ ഒരു സിനിമാ നടി എന്ന രീതിയിൽ അവരുടെ ഉദ്ഘാടനങ്ങളും അവരുടെ പരിപാടികളും അവരുടെ സിനിമകളും പോവാനൊക്കാത്ത രീതിയിലേക്ക് അവരെ വേറൊരു തലത്തിലേക്ക് പ്ലേസ് ചെയ്തു. ഈ ഒരു വിഷയം അത് അറിഞ്ഞോ അറിയാതെ ഹണി റോസിനെ ആ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബോച്ചയ്ക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ കോടതി എന്ന് പറഞ്ഞത് പല കാര്യങ്ങളും ബോച്ചയുടെ അഭിഭാഷകൻ അവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇനി നാളെ കാലത്തെ അദ്ദേഹത്തിന്റെ നവമാധ്യമത്തിൽ കൂടിയൊക്കെയാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നവമാധ്യമം നാളെ കാലത്തെ ഉപയോഗിക്കാതിരിക്കുമോ ജാമ്യം കൊടുത്താൽ എന്നൊക്കെ പല ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നവമാധ്യമം അദ്ദേഹത്തിന് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ കുന്തി ദേവിയെ പറഞ്ഞത് ആക്ഷേപകരമായിട്ടല്ല, നല്ല രീതിയിലാണ്. എന്നാൽ കുന്തി ദേവിയെ പറ്റി പറഞ്ഞേക്കുന്നതിൻ്റെ വിശദീകരണം ബോച്ചെ തരട്ടെ എന്ന് കോടതി ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും കുന്തി ദേവിയെ ബോച്ചെ ഇപ്പം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ ഭാഗമായിട്ട് എന്ന് വിശദീകരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഏതായാലും 3:30 കോടതി ജാമ്യം നൽകുന്നതിനെ പറ്റി ആലോചിക്കാം, അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാം. 3:30 വീണ്ടും കേസ് വിളിക്കുമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ കേസിനകത്ത് ബോച്ചയ്ക്ക് ഒരുപക്ഷെ 3:30 ജാമ്യം കിട്ടും, അല്ലെങ്കിൽ കോടതി അത്തരത്തിൽ ജാമ്യത്തെ പറ്റി ആലോചിക്കാമെന്ന് പറയത്തില്ല. ബോച്ചയ്ക്ക് ജാമ്യം. നമ്മളീ പറയുന്നത് ബോച്ചയുടെ കുന്തി ദേവി പരാമർശവും ഡബിൾ മീനിങ്ങും ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്ത് ആക്ഷേപിച്ചു എന്ന് പറയുന്ന കേസുമായിട്ട് വരുമ്പോൾ ഈ നാളെക്കാലത്തെ ഹണി റോസ് എന്ന് പറയുന്ന ആ സിനിമാ നടിയുടെ ഇതുവരെയുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ഹണി റോസ് സിനിമാ നടി, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ വസ്ത്രദാനം നടത്തി, അല്ലെങ്കിൽ അതുകൊണ്ട് ആൾക്കാർ വിളിക്കുന്നവർ ഹണി റോസിൽ നിന്ന് മാറി ഇവരെ ഞരമ്പന്മാരെ ആകർഷിക്കുന്ന, അതിനുവേണ്ടി വസ്ത്രദാനം നയിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഞരമ്പന്മാരെ വിറ്റ് കാശാക്കുന്ന രീതിയിൽ ഒരു സിനിമാ നടിയാണ്. ഇവർ സാംസ്കാരിക കേരളത്തിന് ഉതകാത്ത രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്. ഇവരെ അത്തരത്തിൽ കാണുന്നതായിട്ടുണ്ടെന്ന് ബോച്ചയെ അറസ്റ്റിന് ശേഷം ബോച്ചയ്ക്ക് അനുകൂലമാവുകയും ഇവർക്ക് പ്രതികൂലമാവുകയും, അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ രാഹുൽ ഈശ്വരൻ പറയുന്നത് എനിക്ക് യാതൊരു കാരണവശാലും ഹണി റോസിനോട് ബഹുമാനമാണ്, അല്ലെങ്കിൽ സങ്കല്പം മറ്റേതാണ് മറിച്ചാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ആളാണ്, തെലുങ്കിലെ വലിയ സൂപ്പർ സ്റ്റാറാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ നടിയാണെന്ന് പറയുമ്പോൾ ഇല്ല, ശ്രീനിവാസൻ ഒരു സിനിമയ്ക്കെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ വലിയവനാ, നല്ലവനാ. എന്നിട്ട് പുള്ളി അവസാനം പറയുന്നത് ഇതുപോലൊരു പന്നനില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വസ്തു എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഈ വളരെ കൃത്യമായിട്ട് മാന്യമായ സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ഹണി റോസ് എന്ന് പറയുന്നത് ഈ വ്യക്തി ഈ സാംസ്കാരിക കേരളത്തിന് ഏറ്റവും അപമാനമാണെന്ന് രാഹുൽ ഈശ്വർ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹണി റോസ് ഇനിയും അവർക്ക് ഇപ്പോൾ ഇതുവരെ ആരും അറിയാതെ ഒതുക്കത്തിൽ അവരുടെ ഗ്ലാമർ, അല്ലെങ്കിൽ അത് വേറെ പല വ്യത്യസ്തമായ രീതിയിൽ അവർ ധരിക്കുന്ന രീതിയിൽ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്തെ അവരുടെ ഉദ്ഘാടനങ്ങൾ കുറയും, അവരുടെ സിനിമകൾ കാണാൻ പോകുന്നവരെ വേറെ രീതിയിൽ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ പഠിച്ചിടത്തോളം അവരുടെ കരിയറിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഈ വിഷയം മാറുകയാണ്. അവർക്ക് ഈ പറയുന്ന ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉയരുന്നത് അവരുടെ ഭാവിക്ക് ഹൈപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഉയർച്ചയല്ല വരുന്നത്. അവർക്ക് നിങ്ങൾ നോക്കിയോ നാളെ കാലത്ത് അവർക്ക് ഉദ്ഘാടനങ്ങൾ കുറയും. ഇപ്പം ഉദ്ഘാടനം കുറയെന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന ഞരമ്പനായിട്ട് വരും. നമ്മളിപ്പോൾ ഞാൻ ഞരമ്പനാണോ ശ്രീത്ത് ഞരമ്പനാണോ എന്നുള്ള കാര്യത്തെ പറ്റിയല്ല, നമ്മളെ വേറൊരാളെങ്ങനെ കാണുന്നതാണ് നമുക്ക് വിഷയം. ഇപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഉദ്ഘാടനത്തിന് ആൾക്കാർ പോകാതെ വരും. പോകുന്നെന്തോ പോകുന്നവനെ ഞരമ്പനെന്ന് വിളിക്കുന്ന ആരും വിളിക്കത്തൊന്നുമില്ല. ഈ പോകുന്നവനെ ഒരു തോന്നൽ വരും, എന്നെ ഇനി നല്ല രീതിയിൽ കാണുമോ, ഞരമ്പനായിട്ട് കാണുമെന്നൊരു തോന്നൽ വരും, ആ ഒരു വിഷയം വരും. അപ്പം ഏതായാലും കുന്തി ദേവിയെ വിശദീകരിച്ച് ജാമ്യം മേടിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കോടതി ജാമ്യം കൊടുക്കും. കുന്തി ദേവിയെ എങ്ങനെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്, അതിനകത്ത് ഹണി റോസ് എങ്ങനെ വരുന്നു എന്നതിനെ പറ്റി ബോച്ചെ കോടതിയിൽ വിശദീകരിക്കുമായിരിക്കും. അല്ല, ഹണി റോസ് ഇത്രയും നാൾ ചിന്തിച്ചുകൊണ്ടിരുന്നിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് മാസങ്ങളായി. അതെ, ഇപ്പോഴാണ് അത് കുന്തി ദേവി എന്തെന്ന് മനസ്സിലാക്കിയതായിരിക്കും അല്ലേ. ഇത്രയും നാൾ മഹാഭാരതം വായിക്കുകയൊക്കെ ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.